മിക്ക വണ്ടികൾ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ എഴുതി കാണിക്കാറുണ്ട്, പറയാറുണ്ട്. ഇനി നിങ്ങൾ പഴയ വീഡിയോ ആണ് കാണണമെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസം മുമ്പത്തെ ഒരു 4 മാസം മുമ്പത്തെ വീഡിയോ കണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ എൻഡിലൊക്കെ കോൺടാക്ട് നമ്പർ ഉള്ള ഷോറൂമിൽ അവർ വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. നമ്മുടെ സ്കൂട്ടർ വേൾഡിൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. അവർ എന്തായാലും അതിൻ്റെ വില പറഞ്ഞു കേട്ടോ. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടി, ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടി ഏതാണെന്ന്. 2 ലക്ഷം രൂപ താഴെയാണ് നിങ്ങൾ ബഡ്ജറ്റ് ഓഫ് റോഡ് പോകണ വണ്ടിയാണെങ്കിൽ എക്സ്പൾസ്, ഹീറോ എക്സ്പൾസ് ഈസ് ദ ബെസ്റ്റ്. ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് എടുത്തു, എക്സ്പൾസ് എടുത്തു. ഇത്തിരി പൊക്കമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ തന്നെ ഇത്തിരി പ്രോ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ഉണ്ട്, ഇത്തിരി പൊക്കമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വണ്ടിയുണ്ട്, അതെടുത്തു. സെറ്റാണ് വണ്ടി, ഒന്ന് നോക്കണം. ആവനീസ് നല്ലതാണോ? ആവനീസ് ഞാൻ കുറച്ച് ദിവസം ഓടിച്ച് നോക്കിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. സുസുക്കിയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ചോയ്സാണ്. ആവനീസ് ഡിയോ എൻടോർക്കൊക്കെയാണ് ആ ഒരു റേഞ്ചിൽ വന്നത്. എൻടോർക്ക് കുറച്ചുകൂടി പ്രൈസിങ് ആണ്. ആവനീസും ഡിയോ ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം പ്രൈസിങ് ആണ്. രണ്ടും ഓടിച്ച് നോക്കുക, ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ. പഴയ പൾസർ പുതിയ പൾസറിൻ്റെ പ്രശ്നം, അതായത് പഴയ പൾസർ 150 ഓടിച്ചിട്ട് പുതിയ പൾസർ 150 ഓടിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ ഓടിച്ച് നോക്കിയാണ് വണ്ടി. പഴയ പൾസർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ 2011 പൾസർ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ ഇപ്പോഴും 2004 മോഡൽ പൾസർ ഉണ്ട്. ഞാനിപ്പോൾ 2024 പൾസർ, 2023 പൾസർ എല്ലാം ഞാൻ ഓടിച്ചിരിക്കുന്ന ആളാണ്. പഴയ പൾസറിനേക്കാളും കുറച്ചുകൂടി പവർ കുറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക്. ഓടിക്കുമ്പോൾ ഫീൽ ഉണ്ട്, ഇത്തിരി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഴയ പൾസറിനേക്കാളും മൈലേജ് കൂടിയിട്ടുണ്ട്. ടെക്നോളജി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പഴയതിനേക്കാളും സർവീസ് കോസ്റ്റും കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറഞ്ഞപ്പോൾ ഇപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പൾസർ എടുക്കുന്ന ആൾക്കാർക്ക് പൾസർ എടുക്കുക. പൾസറിൽ തന്നെ ഒരുപാട് ചോയ്സ് വന്നിട്ടുണ്ട്. 125, N1 125, N150, 160. ഇനി പൾസർ തന്നെ 125, 150, ഇപ്പോൾ 250 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചോയ്സ് വന്നിട്ടുണ്ട്. വലിയ പ്രൈസ് വന്നില്ല, എല്ലാം 2 ലക്ഷം രൂപ താഴെ വരത്തുള്ളൂ. നോക്കിയെടുക്കുക. എടാ വണ്ടികൾക്ക് യമഹയുടെ സ്കൂട്ടറുകൾ, അതായത് റൈസഡാർ, ഫസീനോനെല്ലാം 70 മൈലേജ് ഇട്ട് വന്നു. 75 മൈലേജ് കിട്ടിയ വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേണമെങ്കിൽ നാളെ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. കസ്റ്റമറുടെ പേരും ഉണ്ടാവും, മൊബൈൽ നമ്പർ ഉണ്ടാവില്ല, കസ്റ്റമറുടെ പേരും വണ്ടിയുടെ നമ്പറൊക്കെ ഉണ്ടാവും. 75 കിലോമീറ്റർ മൈലേജ് കിട്ടിയ വണ്ടി, 78 കിലോമീറ്റർ മൈലേജ് കിട്ടിയ വണ്ടിയുണ്ട്. സംശയമുള്ള ആൾക്കാർ കളമശ്ശേരി യമഹയുടെ സർവീസ് സെൻ്റർ ഉണ്ട്, ഇന്റൽ യമഹയുടെ. ഇന്റലിനാണ് ഡീലർ. കളമശ്ശേരിയിൽ, എറണാകുളം കളമശ്ശേരിയിൽ യമഹയുടെ സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ പോയി നോക്കുക. അവിടുത്തെ സർവീസിൻ്റെ ചാർട്ടിൽ വണ്ടി ഇട്ടിട്ടുണ്ട്, വണ്ടിയുടെ നമ്പറും ആളുടെ പേരും ഇട്ടിട്ടുണ്ട്. 78, 75, 73 ഒക്കെ കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ യമഹയുടെ വണ്ടികൾക്ക് 70+ മൈലേജ് കിട്ടും, സ്കൂട്ടറിൽ കിട്ടും, യാതൊരു സംശയം വേണ്ട. ഓക്കെ. വേറെന്താ, ചില വണ്ടികൾ പൊക്കം കുറഞ്ഞ ലേഡീസിന് പറ്റിയ വണ്ടി ഏതാണ്? പൊക്കം കുറഞ്ഞ ലേഡീസിന് പറ്റിയ വണ്ടിയുണ്ട്, സ്കൂട്ടറുണ്ട്. സെസ്റ്റ് എടുത്തോ, TVSൻ്റെ സെസ്റ്റ് എടുക്കാം, പൊക്കം കുറഞ്ഞ പറ്റിയ വണ്ടിയാണ്. ഹീറോൻ്റെ പ്ലഷർ എടുത്തോ, പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. പിന്നെ പൊക്കം കുറഞ്ഞ വണ്ടി ആൾക്കാർക്ക് പറ്റിയ വണ്ടി ഏതാ? ഇതുകൊണ്ടാണോ അത്യാവശ്യം സീറ്റ് ആയിട്ട് കുറഞ്ഞ വണ്ടികൾ. ഡിയോ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് പറ്റും. പിന്നെ വണ്ടി ഏതാണ്? ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. സെസ്റ്റ്, പ്ലഷർ, ഡിയോ കുഴപ്പമുണ്ടാവില്ല. ഏട്ടാ സീറ്റ് ആയിട്ട് കുറഞ്ഞ വണ്ടിയാണ്. യമഹയുടെ സ്പീഡോമീറ്റർ കേബിൾ പൊട്ടുന്നുള്ളത്. അപ്പോൾ 10,000 കിലോമീറ്റർ താഴെ വണ്ടികൾക്ക് സ്പീഡോമീറ്റർ കേബിൾ പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമായിരിക്കും, പൊട്ടും. അത് എപ്പോഴും തേയ്മാനം വന്ന സാധനമാണ് സ്പീഡോമീറ്റർ കേബിൾ. ഇങ്ങനെ അത് കേബിൾ താഴേക്ക് വന്നിട്ട് ഗ്രൗണ്ട് സെറ്റിൻ്റെ ഇടയ്ക്ക് കറങ്ങില്ല. അപ്പോൾ എന്തായാലും അത് പൊട്ടിയും. ഗ്രൗണ്ട് സെറ്റ് തേയ്മാനം കൊണ്ട് പൊട്ടിപ്പോവും. ചെറിയ പൈസ കേസാണ്, അത് മാറ്റിയിടുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ചില ആൾക്കാർക്ക് 30,000-ലൊക്കെ മാറുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ പോണ റോഡ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വണ്ടിയുടെ ചാട്ടമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് സാധനം തേയ്മാനം കൊണ്ട് പൊട്ടിപ്പോകുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കും, വണ്ടിയല്ലേ. 125cc സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടർ ഏതാണ്? എന്ത് പറയാനാണ്? ആക്സസ് ഉണ്ട്, ആക്റ്റീവ് 125 ഉണ്ട്, യമഹ ഫസീനോ ഉണ്ട്, ഇഷ്ടംപോലെ സ്കൂട്ടറാണ്. എൻടോർക്ക്, ജൂപ്പിറ്റർ 125 ഉണ്ട്. എല്ലാം അടിപൊളി സ്കൂട്ടറുകളാണ്. ഒരുപാട് ചോയ്സ് ഉണ്ട്. നിങ്ങൾ വണ്ടി എന്തായാലും ഷോറൂമിൽ പോവുക, അതുപോലെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. ഒരുപാട് 4-5 വണ്ടിയുണ്ട്, എല്ലാം കിടുക്കൻ വണ്ടികളാണ്. ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, തീരുമാനം എടുക്കുക. ഞാൻ പേഴ്സണലി എനിക്ക് ഫസീനോ ഇഷ്ടമാണ്, പിന്നെ ആക്റ്റീവ് 125 ഇഷ്ടമാണ്, ജൂപ്പിറ്റർ 125 ഇഷ്ടമാണ്. എനിക്ക് ഈ 3 വണ്ടി ഇഷ്ടമാണ്. ഓക്കെ. എൻ്റെ അടുത്ത് ഞാൻ ഇതിൽ 3-ൽ താൻ ഏതാ എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഫസീനോ എടുക്കുകയുള്ളൂ. ഫസീനോ 125 ഹൈബ്രിഡ് ഡിസ്കോള്ള മോഡൽ റെഡ് കളറേ ഞാൻ എടുക്കുകയുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമായ വണ്ടിയാണ്. ഞാൻ എടുക്കണമെങ്കിൽ ആ വണ്ടി എടുക്കുകയുള്ളൂ. പിന്നെ ചില വണ്ടികൾ എടുത്തിട്ട് ഇപ്പോൾ എന്താ പറയുക, മറ്റേ ഇത് ജൂപ്പിറ്റർ 125 എടുത്തിട്ട് ഭയങ്കര വൈബ്രേഷനാണ്. പൾസർ 150 എടുത്തിട്ട് എഞ്ചിൻ വൈബ്രേഷൻ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്.
അതൊക്കെ ഒറ്റപ്പെട്ട സംഭവിക്കും. ജുപ്പിറ്ററിനൊക്കെ വൈബ്രേഷൻ കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലച്ച് സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പൾസറിൻ്റെയും വൈബ്രേഷൻ കേസ് നിങ്ങൾ ഷോറൂമിൽ കാണിക്കുക. കൂടുതൽ സ്കൂട്ടറുകൾക്ക് വൈബ്രേഷൻ വന്നെ ക്ലച്ച് സൈഡ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് കൂടുതൽ വൈബ്രേഷൻ വരിക എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഒന്ന് നല്ല അറിവുള്ള മെക്കാനിക് ഉണ്ടെങ്കിൽ അവരെ കാണിച്ച് അവർ റെക്ടിഫൈ ചെയ്ത് തരും. റീപ്ലേസ് ചെയ്യേണ്ടി വരും, കാരണം ക്ലച്ചൊക്കെ എപ്പോഴും തേയ്മാനം വന്നിട്ടില്ലേ പോണേ. അപ്പോൾ ആ ക്ലച്ചിൻ്റെ പാർട്സുകൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഒക്കെ മാറും. അത് സർവീസ് സെൻ്ററിൽ കാണിക്കുക, അല്ലെങ്കിൽ ഷോറൂം അറിവുള്ള മെക്കാനിക് ഉണ്ടെങ്കിൽ അവരെ കാണിച്ച് ക്ലിയർ ചെയ്യുക. അത്രയുള്ള കാര്യം. EMI കേസുകൾ ഇപ്പോൾ ഒരു ബജാജിൻ്റെ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ EMI ആരും പറഞ്ഞു ബൈക്കുകൾ ഇപ്പോൾ 100cc ബൈക്കുകൾ 110cc ബൈക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് EMI ഒരു ആദ്യം ഡൗൺ പേയ്മെൻറ്റ് 10,000 രൂപ അടയ്ക്കേണ്ടി വരും. EMI ഒരു 4,000-4,500 ഇടയിൽ 3 വർഷത്തേക്ക് കിട്ടും. നല്ല സ്കോറൊക്കെ ആണെങ്കിൽ സിവിൽ സ്കോർ നല്ല പോലെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. പക്ഷേ ഇപ്പുറത്ത് EMI കൂടുതൽ കിട്ടും. എല്ലാ ബൈക്കുകളും സ്കൂട്ടറുകളൊക്കെ ഇപ്പോൾ 3 വർഷമാണ് ചെയ്യണത്. 5 വർഷം കിട്ടണമെങ്കിൽ ഇപ്പം ITR ഒക്കെ വേണമെന്ന് തോന്നുന്നത്. അത് ഷോറൂമിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോൻ്റെ അവസാനം ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. പിന്നെ ചില വണ്ടികൾക്ക് വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുള്ള പിന്നെ കാലം ചെല്ലുന്നതും എന്താ പറയുക, പെട്രോള്, ഫ്യൂവല്, പിന്നെ പച്ചക്കറി, അരി എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ വണ്ടികളുടെ വില കൂടും. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമൊക്കെ വില കൂടണം. അത് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ എല്ലാം വില കൂടാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വില കൂടും, പറഞ്ഞിട്ട് കാര്യമില്ല. BS7 വണ്ടി ഉണ്ടാവും. BS7 ഇതുവരെ വണ്ടി ഇറങ്ങിയിട്ടില്ല. കൂടുതൽ ആളുകൾ ഇപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം ഈ BS7 എന്നും പറഞ്ഞ് അവരുടെ വീഡിയോൻ്റെ ടൈറ്റിൽ ഇടുന്നത് റീച്ച് കിട്ടാനായിട്ടാണ്, ക്ലിക്ക് ബൈറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഞാനും ആദ്യമൊക്കെ കുറേ വണ്ടികൾ BS7 എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇടാറില്ല. BS6 BS7 ഒന്നും ഇടാറില്ല. BS6 വണ്ടികളാണ് ഇപ്പോൾ എല്ലാം വന്നത്. BS6 തന്നെ OBD സെൻസറാണ് വന്നത്. OBD സെൻസർ സെക്കൻഡ് ജനറേഷൻ വന്നത്. OBD2 എന്നാണ് പറയാം. OBD2 സെൻസറുള്ള വണ്ടികളാണ് ഇപ്പോൾ വന്നത്. BS7 എന്നുള്ള സ്റ്റാൻഡേർഡ് ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. പിന്നെ വേറെ എന്താ, സുസുക്കി ബർഗ്മാനെ കുറിച്ച് നല്ല കമൻറ്റ് വരുന്നത്. സുസുക്കി ബർഗ്മാൻ ഞാൻ ഒരൊറ്റ ഓട്ടം ഓടിച്ചിട്ടുള്ളൂ. എനിക്ക് ഓടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. എൻ്റെ സീറ്റിംഗ് പൊസിഷൻ കിട്ടിയുള്ള സീറ്റിംഗ് ആണ്. കാലൊക്കെ വെക്കാനുള്ള പൊസിഷൻ അടിപൊളിയാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഒരു 40-45 ഒക്കെ മൈലേജും കിട്ടുന്നുണ്ട്. നല്ല സീറ്റിംഗ് ആണ്. പിന്നെ എന്തോ ആളുകൾ എടുക്കുന്നില്ല. ഇവിടുത്തെ നമ്മുടെ ആളുകൾ ചിന്താഗതി അനുസരിച്ചായിരിക്കും. ചിലർക്ക് അതൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല, ചിലർക്ക് ആളുകൾക്ക് അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ വണ്ടി എടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ആൻസർ പറയാനുള്ളത്. കിക്കർ, എൻ്റെ ദൈവമേ, കിക്കറിൻ്റെ കാര്യം. എൻടോർക്കിന് കിക്കറില്ല, ജുപ്പിറ്റർ 125 കിക്കറില്ല, ആക്റ്റീവയുടെ H-Smartന് കിക്കറില്ല, ഡിയോൻ്റെ H-Smartന് കിക്കറില്ല. എൻ്റെ ദൈവമേ, ഭയങ്കര കമൻ്റാണ്. ഇതിപ്പോൾ ഈ കമ്പനികൾ TVS ആയിക്കോട്ടെ, ഹോണ്ട ആയിക്കോട്ടെ, ഹീറോ ആയിക്കോട്ടെ, കിക്കർ മാറ്റാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ന്യൂ ജനറേഷൻ സ്കൂട്ടറുകൾ ഒന്നിലും കിക്കർ വരുന്നില്ല. അതിപ്പോൾ നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മിക്ക വണ്ടികൾക്കും കിക്കറില്ല, എല്ലാം സെൽഫി തന്നെയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ വണ്ടിയുടെ കാലം ചെല്ലുന്നതോടും വണ്ടിയുടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കിക്കർ എടുത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. കിക്കറില്ലാത്തൊരു വണ്ടിക്കും തിരിച്ച് കിക്കർ ഫിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് ഓർക്കുക കേട്ടാ. വണ്ടിയുടെ ടെക്നോളജി കുറേ കൂടെ അഡ്വാൻസ്ഡ് ആകുമ്പോഴാണ് കിക്കർ എടുത്ത് മാറ്റുന്നത്. അത് നല്ലൊരു കാര്യമാണ്, വേറെ അതിനൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ അപ്പോൾ പറയും ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ 100-ൽ എന്താ പറയുക, ഒരു 99 കേസിലും വരില്ല. 1%-2% ഇങ്ങനെ ഒരു പ്രശ്നം വരാറുള്ളൂ. അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബാറ്ററി അഴിച്ച് അല്ലെങ്കിൽ തള്ളി സർവീസ് സെൻ്ററിൽ കൊണ്ട് കാണിക്കേണ്ടി വരും. പക്ഷേ 99% അങ്ങനെ ചാൻസ് വരാറില്ല. ഇത്തരം വണ്ടികളിലെല്ലാം തന്നെ ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും. മീറ്ററിൽ ബാറ്ററിയുടെ വോൾട്ടേജ്, കറണ്ട്, കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കും. താഴെ സ്വിച്ച് ഉണ്ടാവും, മോഡലിംഗ് സെലക്ട് സ്വിച്ച് ഉണ്ടാവും, ഞെക്കി നോക്കുക, അങ്ങനെ സ്റ്റാർട്ട് ആകാൻ പ്രശ്നം. ബാറ്ററി വോൾട്ടേജ് കുറവാണെങ്കിൽ കാണിക്കും, ബാറ്ററി വെച്ച് ചാർജ് ചെയ്യിക്കുക. ഓക്കെ, ഓൾറെഡി വാർണിംഗ് കാണിക്കും ഇത് കംപ്ലൈൻറ്റ് വന്നേക്കാൾ മുമ്പ്. പക്ഷേ കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നത് കേട്ടോ. വാർണിംഗ് എന്തായാലും വണ്ടിയുടെ മീറ്ററിൽ കാണിക്കും. വേറെ എന്താ പെട്ടെന്ന് പറയാം. CT 125X ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല. CT 125X പ്രൊഡക്ഷൻ നിർത്തി വെച്ചേക്കാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വണ്ടി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല. പ്ലാറ്റിന 110 ABS പ്രൊഡക്ഷൻ ഇല്ല, സ്റ്റോപ്പ് ചെയ്തേക്കാണ്. എന്ന് വരുമെന്ന് അറിയാൻ പാടില്ല. വേറെ എന്താ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റിവ്യൂസ്, കമൻറ്റിൻ്റെ ആൻസറുകൾ. പിന്നെ മെയിനായിട്ടൊരു കമൻറ്റ്, വലിയൊരു പ്രശ്നമാണ് ആൾക്കാർ ഈ സ്കൂട്ടറുകളിലൊക്കെ ഫ്രണ്ടിൽ വലിയ വീല് 12 ഇഞ്ച് വീല്, ബാക്കിൽ ചെറിയ വീല് 10 ഇഞ്ച് വീല്. അത് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും കാണാതെ ഇപ്പോൾ പുതിയ ജനറേഷൻ സ്കൂട്ടറുകൾ അങ്ങനെ ചെയ്യില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ബാക്കിൽ 10 ഇഞ്ച് വീലാവുമ്പോൾ
കാരണം ഈ താഴെ സ്പേസ് ബാക്കിലെ പോർഷൻ ഇല്ലേ, ബാക്കിലെ നമ്മുടെ സീറ്റ് തൊട്ട് താഴെയുള്ള പോർഷൻസ് ഇല്ലേ, ആ പോർഷനിൽ കുറച്ചുകൂടി സ്പേസ് കൂടും. അപ്പോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാനുള്ള സ്പേസ് കൂടും. ബൂട്ട് സ്പേസ്, സീറ്റിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജിന് സ്പേസ് കുറേ കൂടി കൂടുതൽ കിട്ടും. പിന്നെ ഫ്രണ്ട് 12 ഇഞ്ച് വീല്, ബാക്കിൽ 10 ഇഞ്ച് വീലാണ്. 10 ഇഞ്ച് വീല് കറങ്ങുമ്പോൾ 12 ഇഞ്ച് വീല് കറങ്ങണേക്കാൾ കൂടുതൽ ടോർക്ക് കിട്ടും. വണ്ടിക്ക് കുറച്ചുകൂടി പവർ കിട്ടും, കുതിച്ച് പായാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്പേസ്, ടോർക്ക്, ഇത്രയും കാര്യങ്ങൾ, മൈലേജ് എല്ലാം അതനുസരിച്ച് കൂടുന്നതാണ് ടെക്നോളജിക്കലി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. അതാണ് പുതിയ ജനറേഷൻ സ്കൂട്ടറുകളെല്ലാം ബാക്കിൽ 10 ഇഞ്ച് വീല് വരുന്നത്. ഓക്കെ, ഇനി ഈ സാധനം പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്, എനിക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലെ സംഗതി. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ പുതിയ കമൻറ്റുകൾ ചെയ്യാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ വീഡിയോ ഇട്ട് ഞാൻ ഡീറ്റെയിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്